വി എസ് അന്തിമയാത്ര പറയുമ്പോൾ ഹൃദയം പൊട്ടുമാറ് വേദന ഉള്ളിൽ മാറ്റിപ്പിടിച്ചുകൊണ്ട് അതിലും ഉറക്കെ അറബിക്കടലിൻ്റെ തിരമാലകളുടെ ഒച്ചയേക്കാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഈ ചക്രവാളങ്ങളിൽ അങ്ങ് മുഴങ്ങുന്ന വലിയ ഇടിനാദത്തേക്കാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഹൃദയത്തിൻ്റെ തങ്ങളുടെ മനസ്സിൻ്റെ ആ വേദനകളെ ഒരു മുദ്രാവാക്യമായി വി എസ് എ നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരും. വി എസ് എ നിങ്ങൾ നടന്നു തീർത്ത പാതകൾ, വി എസ് എ നിങ്ങൾ നയിച്ച സമരങ്ങളുടെ ഓർമ്മകൾ, അത് മതി കേരളത്തെ ഇനിയും നൂറ്റാണ്ടുകളിലൂടെ മുമ്പോട്ട് നയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുകയാണ്. ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ്, അതിലുമപ്പുറം ഒരു മനുഷ്യസ്നേഹി, അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ. വി എസ് എന്ന രണ്ട് വാക്കിനപ്പുറം വെക്കാൻ കേരളത്തിൽ ഇനി ഒരു പേരുണ്ടോ കണ്ടെത്തണം. വി എസ് എന്ന പേരിനപ്പുറം വെക്കാൻ ഇതുവരെ ഒരു പേരുണ്ടായിരുന്നോ? അതുമില്ല. വി എസിന് തുല്യം, വി എസിന് സമാനൻ വി എസ് മാത്രം. ആ വി എസ് ആണ് കേരളത്തെ അനാഥമാക്കിക്കൊണ്ട് കടന്നു പോകുന്നത്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ ഈ പ്രത്യേകം തയ്യാറാക്കിയ ഈ പന്തലിൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അവിടെ എത്തി കേരളത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ അദ്ദേഹത്തിന് വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളെ ഓർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ പോരാട്ട ഭൂമിയിൽ ഞങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ മണ്ണും മനസ്സും ഒക്കെ കയ്യേറ്റം ചെയ്യാൻ വന്ന, കൊണ്ടുപോകാൻ വന്ന, കേരളത്തെ ചൂഷണം ചെയ്യാൻ വന്ന, കേരള ജനതയെ ചൂഷണം ചെയ്യാൻ വന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു വലിയ ശബ്ദമായി, ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനസ്സാക്ഷിയുടെ ശബ്ദമായി നിലകൊണ്ട വി എസ് ഇനിയില്ല. വി എസിൻ്റെ ഓർമ്മകളാണ് അത്തരം പോരാട്ടങ്ങളെ ഇനി മുമ്പോട്ട് നയിക്കേണ്ടതെന്ന് ആൾക്കൂട്ടം വിളിച്ചു പറയുകയും ചെയ്യുന്നു. അമ്മ പെങ്ങന്മാർക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരു ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ അഴിമതിക്കാരായ ആളുകൾക്കെതിരെ പോരാട്ടം നയിച്ച, സമാനതകളില്ലാത്ത പോരാട്ടം നയിച്ച മറ്റൊരു പോരാളി ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയേണ്ടി വരും. അത്തരം ഒരു പോരാളിയുടെ പോരാട്ടം ആണ് ഇന്ന് ഇവിടെ ഈ വലിയ ചുടുകാട്ടിൽ ഓർമ്മകളായി, ചരിത്രമായി മാറുന്നതെന്ന് ആൾക്കൂട്ടം മനസ്സിലാക്കുന്നു. ആ ആൾക്കൂട്ടം വി എസുമായി മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ വലിയ രക്തസാക്ഷികൾ ഉറങ്ങുന്ന, രക്തസാക്ഷികളുടെ ഗന്ധം മണക്കുന്ന ആ കാറ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന ആ വലിയ ചുടുകാട്ടിലേക്ക് ആ വാഹനം പോകുകയാണ്. വി എസിനെ വഹിച്ചുകൊണ്ട്, വി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട്. പക്ഷേ ഓർമ്മകൾ, മനസ്സാക്ഷി മാറുന്നില്ല. കേരളത്തിൻ്റെ മനസ്സാക്ഷിയിൽ വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് അവസാനമുണ്ടാവില്ല. കേരളത്തിൻ്റെ മലയോരത്തെയും കേരളത്തിൻ്റെ കടലോരത്തെയും ഒരേപോലെ സംരക്ഷിച്ചയാൾ, കേരളത്തിൻ്റെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചയാൾ, കേരളത്തിന് വേണ്ടി സമാനതകളില്ലാത്ത പോരാട്ടം നയിച്ചയാൾ, അതിനുമപ്പുറം ആളുകളെ ചേർത്ത് പിടിച്ച വലിയ മനുഷ്യസ്നേഹി. ആ മനുഷ്യസ്നേഹിയുടെ ഓർമ്മകൾ പേറിക്കൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇന്ന് തിരികെ അവരുടെ വീടുകളിലേക്ക് പോകും. വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിലായി എന്ന വാർത്ത കേട്ടപ്പോൾ വി എസിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ വി എസ് തിരിച്ചു വരും, വി എസ് തളരാത്ത പോരാളിയാണ്, വി എസിന് ഒരിക്കലും ഒരു പോരാട്ടത്തിന് അവസാനം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വി എസ് ഈ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് തിരികെ വരുമെന്ന് വിശ്വസിച്ച് മുന്നേറിയ നിലകൊണ്ട ആളുകൾ, അവർക്കൊക്കെ മുമ്പിലേക്ക് വി എസ് മരിച്ചു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ കേരളം ഇങ്ങനെ നിന്നു. അതിനുശേഷം വി എസിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്നും വി എസിൻ്റെ ജന്മനാട്ടിലേക്ക്, വി എസിൻ്റെ പുക്കിൾക്കൊടി അലിഞ്ഞു ചേർന്ന മണ്ണിലേക്ക്, വി എസിൻ്റെ പോരാട്ടങ്ങൾ ആരംഭിച്ച മണ്ണിലേക്ക്, വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ്, വി എസ് എന്ന സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹി, വി എസ് എന്ന രാഷ്ട്രീയ നേതാവ്, വി എസ് എന്ന മലയാളി ഇനിയും വായിച്ചു തീർന്നിട്ടില്ലാത്ത, പഠിച്ചു തീർന്നിട്ടില്ലാത്ത പാഠപുസ്തകം, ജനിച്ച് വളർന്ന് ജീവിച്ച് മുന്നേറിയ മണ്ണിലേക്ക് വി എസ് അന്തിമ യാത്ര നടത്തിയപ്പോൾ കേരളം ആ കടന്നു വന്ന പാതകളിൽ ഇരുവശത്തും അണിനിരന്നു. വി എസിനെ ഒരു നോക്ക് കാണാൻ, വി എസിനോട് താതാത്മ്യം പ്രാപിക്കാൻ, വി എസിനെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. വി എസ് എ നിങ്ങൾ നയിച്ച പാതകൾ, വി എസ് എ നിങ്ങൾ നടന്ന പാതകൾ, വി എസ് എ നിങ്ങൾ നയിച്ച പോരാട്ടങ്ങൾ, അത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഒപ്പം തന്നെ കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത ഭരണകർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. ആ ഭരണ നേട്ടങ്ങൾ ആ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വി എസ് എന്ന ആ ഭരണകർത്താവ്
മുമ്പോട്ട് നയിച്ച കേരളം, ആ കേരളം നൽകിയ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകളുടെ മനസ്സുകളിൽ VS മികച്ച ഭരണകർത്താവായി നിലനിൽക്കുന്നു. അത്തരം നൂറ് ഓർമ്മകൾ ഓർക്കാൻ ഓരോരുത്തർക്കും ഒരുപാട് ഓർമ്മകളുണ്ട് VSനെ സംബന്ധിച്ചിടത്തോളം. ആ ഓർമ്മകളെല്ലാം പേടിക്കൊണ്ട് ജനസമുദ്രം കേരളത്തിൻ്റെ ആ പാതയോരങ്ങളിൽ നിലയുറപ്പിച്ചപ്പോൾ VSൻ്റെ ഇങ്ങോട്ടുള്ള കടന്നുവരവ് മണിക്കൂറുകൾ നീണ്ടു, ദിവസങ്ങൾ നീളുന്ന സാഹചര്യത്തിലേക്ക് പോയി. VSൻ്റെ അന്തിമ ചടങ്ങുകൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച സമയമൊക്കെ ജനങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ വഴിമാറി. അവസാനം VSൻ്റെ ഈ അന്തിമ യാത്ര രക്തസാക്ഷികൾ ഉറങ്ങുന്ന, രക്തസാക്ഷികളുടെ ഗന്ധം പേറുന്ന വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഈ രാത്രി പോകുമ്പോഴും ആളുകൾ അതിനെ അനുഗമിക്കുമ്പോഴും ആ നിശ്ചയിച്ച സമയപരിധികളെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് VS മുമ്പോട്ട് പോകുന്നത്. പുറത്ത് വലിയ മഴയുണ്ട്. ആ മഴ പക്ഷേ ആളുകളെ തളർത്തുന്നില്ല. ആ മഴയ്ക്കും അപ്പുറത്തേക്ക് ആളുകളെ ആ VS എന്ന ആ രണ്ടക്ഷരം പ്രചോദിപ്പിക്കുകയാണ്. പുറത്തിരുട്ടാണ്, കുറ്റാക്കൂടി ഇരുട്ടാണ്, പക്ഷേ അവർക്ക് ഉള്ളിലെ സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. ആ സൂര്യൻ VS നയിച്ച പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. VS എന്ന സൂര്യനാണ് അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. അതിനാൽ തന്നെ അവർക്ക് ആ ഇരുട്ട് ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാവില്ല എന്ന കാര്യവും ഉറപ്പാണ്. ആ VS ഇതാ ഈ വഴികളിലൂടെ കടന്നു പോവുകയാണ്. VS ജനിച്ചു വളർന്ന, VS പോരാട്ടങ്ങൾ നയിച്ചു വളർന്ന ആ VSൻ്റെ സ്വന്തം മണ്ണിലൂടെ VS മുമ്പോട്ട് പോവുകയാണ്. ആ ധീര രക്തസാക്ഷികൾ ഉറങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ വലിയ നക്ഷത്രങ്ങൾ ഉറങ്ങുന്ന ആ മണ്ണിൽ, വലിയ ചുടുകാട് എന്ന ആ മണ്ണിലേക്ക് VSും പോവുകയാണ്. തൻ്റെ മുൻഗാമികളായ ആ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം അന്ത്യനിദ്ര കൊള്ളുവാൻ വേണ്ടി VSും കടന്നു പോവുകയാണ്. ആ VSനൊപ്പം കേരളത്തിൻ്റെ മനസാക്ഷിയും സഞ്ചരിക്കുകയാണ്, ആളുകളും സഞ്ചരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം VSനോടൊപ്പം അവിടേക്ക് പോകുന്നു. VSൻ്റെ അന്തിമ കർമ്മങ്ങളിൽ, VSൻ്റെ അന്തിമ നിമിഷങ്ങളിൽ, ആ നിമിഷങ്ങളെല്ലാം തങ്ങൾ സാക്ഷികളായി അല്ലെങ്കിൽ തങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആബാലവൃതം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ബഹുജന സംഘടനകളുടെ ഒന്നും ആളുകളല്ല. അതിനും അപ്പുറത്തേക്ക് എല്ലാ പാർട്ടിയുടെയും, എല്ലാ മതങ്ങളുടെയും, എല്ലാ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യനെന്ന മാനവ കുലത്തിൽപ്പെട്ട എല്ലാവരുടെയുമായ VS കടന്നു പോകുന്നു. VSൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ തങ്ങളും പങ്കുചേരുന്നു. അതിന് രാഷ്ട്രീയമില്ല, അതിന് മതമില്ല, അതിന് മറ്റെന്തെങ്കിലും അതിർവരമ്പുകളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കാരണം VS ഒന്നേയുള്ളൂ, ഒരൊറ്റ VSേ ഉള്ളൂ. ആ VS തങ്ങൾക്ക് ഇടയിൽ നിന്ന് കടന്നു പോകുന്നു. പക്ഷേ VSേ, നിങ്ങൾ നയിച്ച പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ആ അവസാന നിമിഷത്തിലും പറയുന്നു. എല്ലാ ക്രമീകരണങ്ങൾക്കും അപ്പുറത്ത് എല്ലാ സമയ ക്രമീകരണങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് VS ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ തടവറയിലായിരുന്നു. ആ തടവറയെ ഭേദിച്ചുകൊണ്ട് VSനെ ആർക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ ജനങ്ങൾ തങ്ങളുടെ ഹൃദയം VSൻ്റെ കാൽക്കൽ അർപ്പിക്കുന്ന ആ നിമിഷം വരെ, VSനെ ഒരു നോക്ക് കണ്ടിട്ട് പോകുന്ന നിമിഷം വരെ VSനെ ആരിൽ നിന്നും മാറ്റി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. VSനെ കാണുന്നതിൽ നിന്ന് ആർക്കും ആരെയും തടസ്സപ്പെടുത്താനും കഴിഞ്ഞില്ല. അതാണ് ആ സമാനതകളില്ലാത്ത പോരാളിയുടെ ആ ചരിത്രം. ആ VS വലിയ ചുടുകാട്ടിലേക്ക്, ആ രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന ആ വലിയ ചുടുകാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്നു. ആ VSനെ അനുഗമിക്കുന്ന ജനസമൂഹവും ആ വലിയ ചുടുകാട്ടിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. പൊതുദർശനമെല്ലാം തന്നെ പൂർത്തിയായി. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുക എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ രണസ്മരണകൾ ഇരമ്പുന്ന ഇടമാണ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സ്മരണകൾ അലിഞ്ഞു ചേർന്ന മണ്ണ്. അവിടെയാണ് VS അച്യുതാനന്ദനും ഉറങ്ങുക ഇനിയുള്ള കാലം. സ്വന്തം VSൻ്റെ പേരിലുള്ള ആ മണ്ണിലേക്കാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ ഏറ്റവും അവസാനമായി എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. തൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊപ്പം VS അവിടെ അന്തിയുറങ്ങും. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. ഇപ്പോൾ ഈ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും പൊതുദർശനത്തിന് ആയിരങ്ങളാണ് അവിടേക്ക് എത്തിയത്. അവരുടെ മുദ്രാവാക്യങ്ങൾ
വിളികൾക്ക് ഇടയിലൂടെയാണ് അദ്ദേഹം അവിടെ നിന്നും അവസാന യാത്രയായി ഇപ്പോൾ ആലപ്പുഴ വലിയ ചുടുകാടിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, അനുഭാവികളെ സംബന്ധിച്ച്, സഖാക്കളെ സംബന്ധിച്ച് അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന യാത്രയിലേക്കാണ് VS അച്യുതാനന്ദൻ, തങ്ങളുടെ പ്രിയപ്പെട്ട വിപ്ലവ പോരാളി, പടത്തലവൻ, പടനായകൻ, സാധാരണക്കാരുടെ നേതാവ്, സമര നായകൻ. അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര, അവസാന നിമിഷം വരെ പോരാട്ടത്തിലായിരുന്നു. 102 വയസ്സ് വരെയുള്ള സംഭവബഹുലമായ ജീവിതം അത് അവസാനിക്കുന്നതും വലിയൊരു പോരാട്ടം, ജീവിതത്തിനോട് മല്ലടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന നാളുകളിൽ പോലും അത്തരം പോരാട്ടം നമ്മളെല്ലാവരും കണ്ടു. ആ VS ആണിപ്പോൾ അന്ത്യയാത്ര നടത്തുന്നത് ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക്. വിപ്ലവ സ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാട്ടിലേക്കാണ് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ അവസാന യാത്ര എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സഖാക്കൾക്കൊപ്പം അദ്ദേഹവും അവിടെ അന്തിയുറങ്ങും. അദ്ദേഹത്തിനായി അവിടെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലമെല്ലാം നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. അവിടെ ആക്കാണിപ്പോൾ അദ്ദേഹം എത്തിച്ചേരുന്നത്.